അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു ബീഫ് റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. ഉലുവയും കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല നാടൻ രീതിയിൽ വരട്ടിയെടുത്തിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയ ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ തക്കാളി, പിന്നെ 2-3 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചതല്ല, പൊടിക്കാത്ത ഉലുവ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മസാലകളെ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. ഗരം മസാലകളൊന്നും ചേർക്കുന്നില്ല. നല്ലൊരു നാടൻ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലകളൊക്കെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് പിടിച്ചു വരണം. മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം സമയമുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരും. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ കുക്കറിനി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇളയ ബീഫൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ചും കൂടി മൂപ്പ് കൂടിയതാണെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കും വെന്ത് വരാൻ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഒരു 4-5 വിസിൽ വന്ന ശേഷം തീ ഓഫ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ അതിനനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇത് ഞാനിപ്പോൾ 6 വിസിൽ വന്ന ശേഷം തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ വറ്റി വരാനുണ്ട് ഇതിൽ. നമ്മളിത് വേവിക്കാൻ വെക്കുമ്പോൾ വെള്ളം ചേർക്കണമെന്നില്ല. ഇതിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. പിന്നെ നമ്മളിത് അടി പിടിക്കുമെന്നുള്ളൊരു പേടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചേർത്തിട്ടുള്ളതാണ്. ഈ വെള്ളം ഇനി നമുക്ക് വറ്റിച്ചെടുക്കാം. കുറച്ച് കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങിയാൽ പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം, ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞ് വരണം. ഇതുപോലെ ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചമുളകൊന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് അതിലുള്ള വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കറിയായിട്ടാണ് വേണ്ടെങ്കിൽ ആ ഒരു പരുവത്തിനായിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്യാം. കുറച്ച് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഈ ഒരു പരുവത്തിനായപ്പോൾ തീ ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനേക്കാളും ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ചിട്ടൊന്നും കൂടി വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഉലുവയും കുരുമുളകൊക്കെ ഇട്ട് വറ്റിച്ചെടുത്തിട്ടുള്ള ബീഫ് റെഡി ആയിട്ടുണ്ട്. അധികം സമയം വെച്ചിട്ട് വഴറ്റിയെടുക്കുകയൊന്നും ചെയ്യാതെ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നാടൻ ബീഫ് റോസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.